ദേ പൊന്നുമോളെ, ചേച്ചിയൊന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല, കേട്ടല്ലോ. ആ ദേ സാറ് വിളിക്കുന്നു. ആ പിന്നെ ചേച്ചിയോട് ഞാൻ അമ്മയെ കുറിച്ച് ചോദിച്ച കാര്യം അച്ഛനോട് പറയണ്ടേട്ടോ. പാവം കുട്ടി. അച്ഛാ, എന്താ അച്ഛാ? ആ മോളെ, ദേ അച്ഛമ്മ വീഡിയോ കോളിൽ വരുന്നു. സത്യമാണോ? ആ ദേ ഇപ്പൊ കണക്ട് ആവും. ഞാൻ അച്ഛമ്മയോട് സംസാരിക്കാൻ പോവാ. ഇനി അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നൂ? അച്ഛൻ സംസാരിച്ചിട്ട് ഞാൻ സംസാരിക്കാം. ദേ കോള് കണക്ട് ആയി. അച്ഛമ്മേ. കണ്ണ, അച്ഛമ്മ എങ്ങനെയുണ്ട്? അച്ഛമ്മയ്ക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. നീ നോക്ക്, ഐ ആം പെർഫെക്റ്റ്. എവിടെ റിയക്കുട്ടി? ഞാൻ കൊടുക്കാം. ആ പിന്നെ അച്ഛമ്മേ, അവിടെ എല്ലാം ഓക്കെ ആണല്ലോ? അതെ, നീ റിയക്കുട്ടിക്ക് കൊടുക്ക്. എന്താ മോളെ? അച്ഛമ്മ. മോളെ. അച്ഛമ്മ. ഉമ്മ. ആ അച്ഛമ്മേ, ഫോണിൽ നോക്കി അധികം സ്ട്രെയിൻ ചെയ്യണ്ട. ഓക്കെ, വിശ്രമിച്ചോളൂ. ബൈ. അച്ഛമ്മ പാവല്ലേ? അച്ഛമ്മയുടെ രൂപം ഇങ്ങനെയല്ല മനസ്സിൽ കിടന്നത്. എന്താ പറഞ്ഞേ? അല്ല, ആശുപത്രി കിടന്നപ്പോ മാറ്റങ്ങൾ ഉണ്ടായി കാണുമെന്ന് പ്രതീക്ഷിച്ചു, അതാ. ഇനി ഞാൻ എന്നും അമ്മയുടെ കൂടെ ഓഫീസിൽ വരും. അപ്പൊ ചേച്ചിക്ക് പഠിക്കണ്ടേ? അതൊന്നും സാരമില്ല. എന്നാലും കാറിലൊന്നും എപ്പോഴും കേറില്ല എന്ന് വാശി പിടിച്ചിരുന്ന ആളാ. അമ്മയുടെ ഒപ്പം വരുന്നത് ഒരു രസമല്ലേ? എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളില്ലേ? അപ്പ ചേച്ചിക്ക് എന്റെ കൂടെ വന്നോണ്ടിരുന്നപ്പോ ഉള്ള രസമൊക്കെ പോയല്ലേ? അങ്ങനെയൊന്നും അല്ല അപ്പു. അമ്മേ, അങ്ങനെയാണെങ്കിൽ വണ്ടി നിർത്തിക്കേ. ഇവിടെ ഇറങ്ങാൻ പോവാ. പെടങ്ങാറാ, ചേച്ചി പറയുന്ന ഏതിലും എന്തോ ഒരു കാര്യം കാണില്ലേ? അപ്പൊ ഇതിലും ചില കാര്യങ്ങൾ കാണും. തോട്ടടാ. ഫസ്റ്റ് ഹാഫ് നമുക്ക് ആകെ മൊത്തം പൊളിക്കേണ്ടി വരും ജീവ. താൻ ശ്രദ്ധിച്ചില്ലേ? ഫസ്റ്റ് ഹാഫിന്റെ പകുതി മുതൽ വീക്കാ. സീനൊന്നും അത്ര വർക്കൗട്ട് ആവുന്നില്ല. ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആവണം. ഹലോ, ഞാൻ പറഞ്ഞതുപോലും കേട്ടായിരുന്നോ? ആ സ്ക്രിപ്റ്റിന്റെ കാര്യമല്ലേ? മനസ്സെവിടാ ജീവ?
ഞാൻ പറഞ്ഞില്ലേ ആ ഫോൺ കോൾ, അതിലിപ്പോ എന്ത് വേണമെന്നുള്ള ആലോചനയാ. എന്ത് ഫോണാ? ആരാ ഫോൺ ചെയ്തേ? ഫോൺ ചെയ്തത് GK. എന്നെ കാണാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് ഇവിടെ ഹോൾട്ട് ചെയ്യുക. വല്ല പ്രൊഡ്യൂസറുമാണോ? അല്ല. പിന്നെ? അയാൾ ആരാണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല ജയേട്ടാ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെയും കാവ്യയുടെയും ലൈഫിന്റെ കാര്യങ്ങൾ ഒക്കെ അതിലുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഞാനത് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഇപ്പോ അയാൾ തന്നെ കാണാൻ വേണ്ടി വിളിച്ചു. പോകണമെന്നാണോ വേണ്ടെന്നാണോ തന്നെ തീരുമാനം? അതാ പ്രശ്നം. കൃത്യമായൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ആദ്യം അയാൾ വിളിച്ചപ്പോ പോണോന്ന് ഉറച്ചു തീരുമാനിച്ചതാ. പക്ഷെ ഇപ്പോ ജീവിതത്തിലെ അടഞ്ഞ ചില കഥകുകൾ അടഞ്ഞു തന്നെ കിടക്കുന്നതാ നല്ലത്. പോകണ്ടെന്ന് മനസ്സ് പറയുന്നത് പോലെ. പോകാതിരുന്നാ തനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഉണ്ടെങ്കിൽ പോകാതിരിക്കണം. എനിക്ക് ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പോ കാവ്യക്ക് ചില ഇഷ്യൂസ് ഉണ്ടായേക്കാം. അപ്പൊ താൻ തന്നെ ഒരു തീരുമാനം എടുക്കണം. കാവ്യ ഇപ്പൊ തന്റെ ഭാര്യയാണോ അല്ലയോ, അകന്നാണോ അടുത്താണോ, തമ്മി കാണാറുണ്ടോ ഇല്ലയോ, ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. മനസ്സിലുണ്ടോ എന്നതാണ്. എനിക്കറിയാം തന്റെ മനസ്സിന്റെ കോണിലല്ല, മനസ്സ് നിറയെ കാവ്യാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകുന്നതല്ലേ സൂപ്പർ സ്റ്റാർ ഹീറോയിസം. എന്റെ ഒരു അഭിപ്രായമാണ്. തനിക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. പക്ഷേ ഞാൻ ഇടപെടുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയാൽ? താൻ ബോൾഡായി ജിക്കയോട് പറയുക, തന്റെ അവസ്ഥ പറയുക. അവരോട് തന്നെ കാര്യങ്ങളിലൊരു തീർപ്പുണ്ടാക്കാൻ പറയും. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അച്ഛമ്മയുണ്ടായിരുന്നെങ്കിൽ അച്ഛമ്മയുടെ അഭിപ്രായം എടുക്കായിരുന്നു. ഇതിലിപ്പോൾ അച്ഛമ്മയൊന്നുമല്ല, തന്റെ മനസ്സാ കൃത്യമായിട്ടൊരു ഉപദേശം തരേണ്ടത്. താൻ തന്റെ മനസ്സിനോട് ചോദിക്കുക, അതിനുത്തരം തരും. ചേട്ടാ, ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ താൻ തീരുമാനിക്കുന്ന എനിക്കറിയാം. പോയിട്ട് വാ. തന്റെ മനസ്സൊന്ന് ഫ്രീ ആയിട്ട് മതി നമുക്കിനി ഡിസ്കഷൻ. ഹലോ മിസ്റ്റർ ജീവ. GK, താങ്കൾ അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ 1 മണിക്കൂറിനുള്ളിൽ അങ്ങോട്ടെത്താം. ഓ, ഗ്രേറ്റ് ഗ്രേറ്റ്. വെൽക്കം വെൽക്കം. ഇന്നുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് സെറ്റിൽ ചെയ്യണം. നിങ്ങൾ എന്താ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു നല്ല അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ സംസാരിക്കാനാ എനിക്ക് ആഗ്രഹം. എനിക്കും ആഗ്രഹം അത് തന്നെയാണ് ജീവ. സത്യത്തിൽ ജീവയെ ഞാൻ എന്റെ ഒരു കൊച്ചനുജന്റെ സ്ഥാനത്താ കാണുന്നത്. ജീവ വരുന്നു. ഓക്കെ. പിന്നെ അവിടുത്തെ ലൊക്കേഷൻ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരുമോ? ഓ, ഷുവർ ഷുവർ. ശരി. അച്ഛൻ എങ്ങോട്ട് പോവാ? അച്ഛൻ ഉടനെ വരാം മോളെ. മോള് ജയനങ്ങളോടും ഭുവനങ്ങളോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ഇപ്പൊ വരും. വന്നിട്ട് രാത്രി നമുക്ക് അച്ഛമ്മയെ കാണാൻ പോവാം. അച്ഛാ, ഇപ്പൊ ഞാനും കൂടി അച്ഛൻ്റെ കൂടെ വരട്ടെ? അയ്യോ, വേണ്ട വേണ്ട, മോൾ ഇവിടെ നിന്നാ മതി. പ്ലീസ് അച്ഛാ, എനിക്ക് അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോഴുള്ള സന്തോഷം ലോകത്ത് വേറെ ഒരിടത്തും കിട്ടില്ല. എനിക്കച്ഛനെ അത്രയ്ക്ക് ഇഷ്ടോ. എന്താ അച്ഛാ? അല്ല, എവിടെന്നാ ഈ സ്നേഹമൊക്കെ വരുന്നതെന്ന് നോക്കിയതാ. എന്തായാലും അച്ഛൻ സന്തോഷം കൊണ്ട് അങ്ങ് ആകാശം മുട്ടി നിൽക്കുക.
ഇങ്ങനൊരു മോളെ കിട്ടിയ ഏതച്ഛനും അങ്ങ് ആകാശം മുട്ടിപ്പോവും. അപ്പൊ ഞാനും കൂടി വരട്ടെ? എങ്കിൽ ശരി, വന്നോ. പക്ഷേ മോൾക്കവിടെ ബോറടിക്കും കേട്ടോ. അച്ഛൻ കൂടെയുള്ളപ്പോ ബോറടിയോ? അച്ഛൻ അടുത്ത് നിന്ന് മാറുമ്പോഴാ ബോറടി. ശരി ശരി, വേഗം പോയി ഡ്രസ് മാറിട്ടോ. താങ്ക്സ് അച്ഛാ. പോയിട്ടോ. ഹലോ. ആ, അവൻ വരുന്നുണ്ട്. വൈകാതെ ഇവിടെ എത്തും. സത്യമാണോ? ഉഴപ്പിക്കളയുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്തായാലും വരുന്നുണ്ട്. അയാൾ വിചാരിച്ചാലൊക്കെ സോൾവ് ചെയ്യാം. അയാൾ വിചാരിച്ചാലേ നമുക്ക് അപ്പൂനെ കിട്ടൂ. എനിക്കറിയാം. എന്തായാലും സംസാരിച്ച് അയാൾ എന്തു പറയുന്നു നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ശരി ശരി, ഓക്കെ. നമ്മൾ എങ്ങോട്ടാ പോകുന്ന അച്ഛാ? ഒരാളെ കാണാനാ മോളെ. അച്ഛന്റെ കൂട്ടുകാരനാണോ? കൂട്ടുകാരനല്ല, പരിചയത്തിലുള്ള ഒരാള്. അച്ഛനെന്തൊരു ടെൻഷൻ പോലെ. ടെൻഷനോ? അത് മോൾക്ക് തോന്നുന്നതാ. ആ ഫോൺ വന്നപ്പോ തന്നെ അച്ഛൻ ടെൻഷനായിരുന്നു. ഏയ്, ഒന്നുമില്ല മോളെ. അച്ഛൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. എന്റെ മോൾ അടുത്തുണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴും ഹാപ്പിയാ. അച്ഛനൊന്ന് ചിരിച്ച്. മതിയോ? അമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കി അല്ലേ അച്ഛാ? അയ്യോ, ഞാൻ അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞ. എങ്കി നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞതാ. എനിക്ക് വക്കീലായ മതി, അമ്മയെ പോലെ. അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ ഫയൽ ചെയ്യാം. മാഡം, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കേസ് ഹൈക്കോടതിയിലും മാഡം എനിക്ക് വേണ്ടി വാദിക്കുമെന്ന്. എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. വേറെ ഏത് അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിലും അവർ സ്വാധീനിക്കുമായിരുന്നു മാഡം. അങ്ങനെ എല്ലാവരെയും ആർക്കും സ്വാധീനിക്കാൻ പറ്റില്ല അനുദേച്ചി. സത്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പല കാരണങ്ങൾ കൊണ്ടും ഞാൻ ഈ കേസിൽ നിന്നും പിന്മാറാൻ ആലോചിച്ചതാ. അനുദേച്ചിക്ക് വേറെ നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കി തരാമെന്നും കരുതി. പക്ഷേ എന്റെ മനസാക്ഷി അതിന് സമ്മതിച്ചില്ല. ഹൈക്കോടതിയിൽ മാഡം വാദിക്കാന്ന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച എന്റെ കൂര അവര് കൊണ്ടുപോയേനെ. ഞാനും പിള്ളേരും ആ വീട്ടിൽ ജീവൻ ഒടുക്കിയേനെ. സത്യമാ മാഡം. അയ്യോ ആന്റി, അങ്ങനെയൊന്നും പറയാതെ. ആന്റിയുടെ കേസ് അമ്മ ജയിപ്പിക്കും. ആന്റി ധൈര്യമായിട്ടിരിക്കെ.
മാഡം, ഇതേ പ്രായം എന്റെ മോൾക്കും. മാഡത്തിന്റെ മോള് ധൈര്യമായിരിക്കാൻ പറയുന്നത് കേട്ടപ്പോ എനിക്ക് വലിയൊരു ധൈര്യം കിട്ടി. ചേച്ചി സൂപ്പറാ. മോളും പഠിച്ച് വലിയ വക്കീലാവണം. അമ്മയെപ്പോലെ പാവങ്ങളെ സഹായിക്കുന്ന വക്കീല്. മന്ത്രിയാവണമെന്നാ മോളുടെ ആഗ്രഹം. സാധാരണ ഇവരെങ്ങനെ ഓഫീസിൽ കൊണ്ടുവരാറില്ല. ആദ്യമായിട്ടാ ഇവര് വരുന്നേ. മോളെ മോനെയും കൊണ്ടുവരണം മാഡം. എന്നെപ്പോലുള്ള പാവങ്ങളുടെ കണ്ണുനീര് ഇവര് കാണട്ടെ. അപ്പോ ഞങ്ങളെപ്പോലുള്ളവരെ സഹായിക്കണമെന്ന് ഇപ്പോഴേ ഒരു തോന്നല് വരും. ഇപ്പോ മോള് ചെയ്യുന്നത് പോലെ കരയുന്നവർക്ക് ധൈര്യം കൊടുക്കും. മാഡം, ഞാൻ അറിഞ്ഞു. ഞാൻ കാരണം മാഡത്തിന് ആ ജോയ്മോന്റെയും ഭാസ്കർജിയുടെയും ഭീഷണി ഉണ്ടാകുന്നതൊക്കെ. അതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ. ആദ്യം ഞാനും ഒന്ന് പേടിച്ചു. എന്നുവെച്ച് മറ്റു പേടികളല്ല, ചില വ്യക്തിപരമായ കാരണങ്ങളാൽ. പക്ഷെതാ അവിടെയും മോൾ എനിക്ക് ധൈര്യം തന്നു. ഇനി അവരുടെ നിരന്തരമായ ഭീഷണി ഉണ്ടാവും. പക്ഷെ ഞാൻ അതിനെ ഒന്നും വകവയ്ക്കാൻ പോകുന്നില്ല. എന്നാ ശരി, അനുദേശി ഇറങ്ങിക്കും. ദാ മാഡം, ഇത് വേണ്ടാന്ന് പറയരുത്. തൽക്കാലം അനുദേശി തന്നെ വെച്ചിരുന്നാ മതി. ഇതേ എന്റെ സ്വന്തം കേസാ. എന്ന് വെച്ചാ ഇതിലിപ്പോ ഞാൻ ഒരു വശത്തെ കക്ഷിയാണ്. എനിക്ക് വേണ്ടിയാ ഞാൻ വാദിക്കുന്നത്, അനുദേശിക്ക് വേണ്ടിയല്ല. മാഡം പ്ലീസ്. അനുദേശി വെറുതെ തർക്കിക്കാതിരിക്കെ. കാശങ്ങ് ബാഗിൽ വെക്ക്. ഞാൻ വലിയ ഔദാര്യനിധിയൊന്നുമല്ല. കാശിന് ഇഷ്ടം പോലെ ആവശ്യമുണ്ട്. എന്തായാലും കേസ് മൂവ് ആവട്ടെ. അനുദേശി ചെല്ലും. മോളെ, മോനെ, ഇതുപോലൊരു അമ്മയെ കിട്ടാൻ നിങ്ങൾ ഭാഗ്യം ചെയ്യണം. എനിക്കറിയാം മാഡത്തിന്റെ വിഷമങ്ങൾ ഒക്കെ മാറും. എന്നെപ്പോലുള്ളവരെ കണ്ണുനീര് മാഡം തുടയ്ക്കുമ്പോ മാഡത്തിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ദൈവം ഉണ്ടാകും. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പോയിട്ട് വരാം. ശരി. ഇത്രയും നല്ല അമ്മ എന്തിനാ അച്ഛനിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നേ? ഇനിയിപ്പോ കുറ്റം അച്ഛന്റെ ഭാഗത്തായിരിക്കും. മോളെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എനിക്ക് മന്ത്രി വേണ്ട, വക്കീലായ മതി എന്ന് ആലോചിക്കായിരുന്നു. ചേച്ചി മന്ത്രിയായാ മതി, ഞാൻ വക്കീലാവാം. ആ ആന്റി പറഞ്ഞതുപോലെ അമ്മയുടെ വിഷമമൊക്കെ ഉടൻ മാറും. അമ്മയ്ക്ക് എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. അല്ല, എന്തേലും വിഷമം ഉണ്ടെങ്കിൽ മാറും. മോളിരുന്നോ? അച്ഛൻ കാർ ഓഫ് ചെയ്യുന്നില്ല. അച്ഛൻ ഉടനെ വരാം. അച്ഛാ, ഞാനും കൂടി വരട്ടെ? ആ, മോളെ, അച്ഛൻ മറ്റൊരാളുമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കാനാ പോകുന്നത്. ചില പേഴ്സണൽ കാര്യങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ. അവിടെ മോളും കൂടി വരുന്നത് ശരിയാവില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ആ രീതിക്ക് വേണം നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് മോൾ ഇവിടെ ഇരിക്കാം. അച്ഛൻ എന്തായാലും പോണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അച്ഛാ പ്ലീസ്. നോ മോളെ, അത് ശരിയാവില്ല. കുഞ്ഞുങ്ങളെയും കൂട്ടി ഇതുപോലെയുള്ള ചർച്ചകൾക്ക് പോവുക അത് ശരിയല്ല. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് മോൾ അനുസരിക്കാം. പ്ലീസ് അച്ഛാ. മോളെ, ഞാൻ അങ്ങോട്ടാ പ്ലീസ് പറയുന്നത്. പ്ലീസ് മോൾ അനുസരിക്കുക. ഇല്ലെങ്കിൽ
അച്ഛന് ദേഷ്യം വരും കേട്ടോ. ഇനി എന്തേലും നമ്പർ ഇറക്കിയേ പറ്റൂ. അച്ഛന് എന്നോട് ദേഷ്യം വരുമല്ലേ? അച്ഛനിങ്ങനെ പറയുന്നു ഞാൻ കരുതിയില്ല. ആ, അതിനിടയ്ക്ക് കരച്ചിലും വന്നോ? ഇത് വലിയ കഷ്ടമായല്ലോ. അച്ഛൻ എവിടെ പോയാലും കൂടെ വരണമെന്ന് ഞാൻ വിചാരിക്കുന്നത് തെറ്റാണോ അച്ഛ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ അച്ഛൻ പെട്ടുപോകും മോളെ. മോളെ നീ ഇവിടെ ഇരിക്കുക. അച്ഛ പ്ലീസ്. ഇനി ഞാനെന്ത് പറയാനാ? ശരി വാ. വേണ്ട, അച്ഛൻ ദേഷ്യത്തിലല്ലേ പറഞ്ഞത്? സന്തോഷത്തോടെ വിളിക്കണം. സന്തോഷത്തോടെ തന്നെയാ പറയുന്നേ. വന്നേ. സന്തോഷം വന്നില്ല. അച്ഛനൊന്ന് ചിരിച്ചോണ്ട് പറ പ്ലീസ്. നിന്നെ കൊണ്ട് തോറ്റല്ലോ. എന്നാ സന്തോഷത്തോടെ തന്നെ പറയാം. വന്നോളൂ. ഇതൊക്കെ ആ ഇറങ്ങ. ആ ജീവ, വെൽക്കം വെൽക്കം. താങ്ക് യു. ആ വരൂ വരൂ. വാ മോളെ. ഇത് മോളാണ്. കോഫിയാണോ അതോ തണുത്തതെന്തെങ്കിലും? എന്താ പറയേണ്ടത്? ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. മോക്ക് ഐസ്ക്രീം വേണ്ടേ? വേണ്ട, ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. ഒന്നും വേണ്ട മിസ്റ്റർ ജി കെ. ഞങ്ങൾക്ക് പെട്ടെന്ന് പോണം. ഓക്കെ ഓക്കെ, എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. മോൾ അങ്ങോട്ടിരിക്കാമോ? അച്ഛനും അങ്ങളും കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. വരും മിസ്റ്റർ ജി. മോൾ ഇവിടെ ഇരുന്നോ. അച്ഛനിപ്പോ വരാം കേട്ടോ. ഇരുന്നോ.